ബന്ദിപ്പൂർ വനമേഖലയിൽ വാഹനത്തിൽ നിന്നിറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യാത്രക്കാർ കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നെടുവീർപ്പോടെ കണ്ടതാണല്ലേ. എന്നാൽ ഇതിൽ നിന്നൊന്നും ആരും ഒരു പാഠവും പഠിക്കുന്നില്ല. ഇന്നലെ മുത്തങ്ങ വനത്തിൽ കാറിൽ നിന്നിറങ്ങിയ 2 പേർ കാട്ടാനയുടെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറമാൻ ഷമീർ മച്ചിങ്ങൽ പകർത്തി. കമൽ, ഈ മേഖലയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അവിടെ നിർത്തരുത് എന്ന നിർദ്ദേശം പോലും ഉണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? എത്ര കണ്ടാലും ഈ കുറേ ഇങ്ങനെ എന്താ പറയാ, കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങൾ കണ്ട നമ്മളൊക്കെ തന്നെ ആകെ ഒരു ഭയപ്പാടോട് കൂടിയാണ് ആന തട്ടിയിട്ടിട്ട് പിന്നെ അയാൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടത്. എന്ത് കണ്ടാലും കേട്ടാലും ഒന്നും ആരും പഠിക്കില്ല അല്ലേ? അത് പിന്നെയും അവിടെ വാഹനം നിർത്തും. സെൽഫിയിലാണ് താല്പര്യം. അഞ്ജിത, അത് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ പുറത്ത് വന്നപ്പോഴൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ്. പക്ഷെ ആളുകളൊന്നും പഠിക്കുന്നില്ല. ഇന്നലെ ഞങ്ങൾ ബന്ദിപ്പൂരിൽ ഈ തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ബന്ദിപ്പൂരിൽ പോയി തിരിച്ചു വരികയായിരുന്നു. കേരള അതിർത്തി കടന്ന് മുത്തങ്ങ എത്തുന്നതിന് മുൻപ് നിബിഡ വനമാണ്, വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. പലയിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട്, പാർക്ക് ചെയ്യുകയോ പുറത്തിറങ്ങുകയോ ചെയ്യരുതെന്ന്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ സൈഡിൽ ആനയെ കണ്ടു. ഒരു ആനക്കുട്ടിയും 2 ആനകളും ഉണ്ടായിരുന്നു. അപ്പോൾ 2 കാറുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ സ്ലോ ചെയ്തത്. അപ്പോഴാണ് ആ കാറിൽ നിന്ന് 2 പേർ ഇറങ്ങുന്നു. ആന വളരെ അടുത്താണ്, ആ ദൃശ്യങ്ങളിൽ കാണാം. ആന ഒരുപാട് ദൂരെയൊന്നുമല്ല, റോഡിന്റെ വളരെ അടുത്താണ്. അവർ അവിടെ നിന്ന് 2 പേർ സെൽഫി എടുക്കുന്നു, കാറിൽ കയറി പോകുന്നു. എത്ര അപകടമാണ്! ആന ഓടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സംഭവം? അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അവരുടെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് അന്ന് ആളുകൾ രക്ഷപ്പെട്ടത്. ആന പിൻകാലി കൊണ്ട് തട്ടിയിട്ട് പോവുകയായിരുന്നു. ഇതേപോലെ ഓരോ ദിവസവും ഇത് ആവർത്തിക്കുകയാണ്. നമ്മൾ ആ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾക്ക് അറിവില്ലായ്മയോ അഹങ്കാരമോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരുടെയെങ്കിലും ഒക്കെ ജീവൻ നഷ്ടപ്പെടുമ്പോഴായിരിക്കും ഇത് ഇനി കൂടുതൽ ചർച്ചയാവുക. അഞ്ജിത, തീർച്ചയായും കമൽ പറഞ്ഞതുപോലെ തന്നെ. കാരണം അതുവഴി വാഹനത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് 2 ഭാഗത്തേക്ക് നോക്കിയാൽ ഈ ആനകളെയൊക്കെ കാണാൻ കഴിയും, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളൊക്കെ കാണാൻ കഴിയും. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്നൊരു ആവശ്യവുമില്ല. അതൊക്കെ ഈ കമൽ പറഞ്ഞതുപോലെ തന്നെ അഹങ്കാരം എന്ന് തന്നെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ കഴിഞ്ഞ ദിവസം ഓടിച്ച പോലെ ഒരു ആന ഓടിക്കുകയോ ചവിട്ടി കൊല്ലുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ മുമ്പ് ആ റൂട്ടിലൂടെ പോയപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കാറിന് നേരെ ഈ ഒരു ഒറ്റയാൻ പാഞ്ഞു വന്നിട്ട് നമ്മൾ കാറ് പിറകോട്ടെടുത്ത ഒരവസ്ഥ. നമ്മളൊന്നും പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല എന്നിട്ട് പോലും. അപ്പോൾ അത്രമാത്രം അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്യമൃഗങ്ങൾ ആ കാട്ടിൽ ജീവിക്കട്ടെ, അതുവഴി കടന്നു പോയാൽ പോരെ നമുക്കൊക്കെ ആ കാഴ്ച കണ്ടിട്ട്. ശരി കമൽ.